സ്വന്തം കയ്യിൽ നിന്ന് പണമെടുത്ത് ഒരു വാർഡിലെ 100-ലധികം സ്ട്രീറ്റ് ലൈറ്റുകൾ മാറ്റി പുതിയതും പുനഃസ്ഥാപിച്ച് മാതൃകയാവുകയാണ് ഒരു വാർഡ് കൗൺസിലർ. ഒറ്റപ്പാലം നഗരസഭയിലെ 9ാം വാർഡായ കോലോത്തുകുന്നിന്റെ സ്വന്തം കൗൺസിലർ എം ഉമർ ഫാറൂഖാണ് കഥയിലെ താരം. രാത്രിയായാൽ പ്രദേശവാസികളുടെ പരാതി പ്രവാഹമാണ്. വഴിവിളക്കുകൾ പണിമുടക്കിയെന്നും വഴി നടക്കാൻ സാധിക്കുന്നില്ലെന്നും പറഞ്ഞ് വിളിക്കുന്നവർക്ക് വാർഡ് കൗൺസിലർ മറുപടി കൊടുത്ത് മടുത്തു. നഗരസഭാ കൗൺസിൽ യോഗത്തിൽ പലതവണ ആവശ്യവും ഉന്നയിച്ചു. നടപടി ഉണ്ടായില്ല. ഇനിയും ജനങ്ങളുടെ ആവശ്യത്തെ അവഗണിക്കാൻ കഴിയില്ല എന്ന സാഹചര്യത്തിലാണ് സ്വന്തം കയ്യിലെ 1 ലക്ഷം രൂപ മുടക്കി സ്ട്രീറ്റ് ലൈറ്റുകൾ വാർഡിൽ സ്ഥാപിച്ചത്. ആകെ 153 സ്ട്രീറ്റ് ലൈറ്റുകളാണ് വാർഡിലുള്ളത്. ഇതിൽ 100-ലധികം എണ്ണം ഇപ്പോൾ മാറ്റിക്കഴിഞ്ഞു. ദിവസം 4-5 ആളുകൾ വിളിച്ചിട്ട് സ്ട്രീറ്റ് ലൈറ്റിൻ്റെ പരാതി പറയുമ്പോൾ അത് പരിഹരിക്കാൻ കഴിയാത്തൊരവസ്ഥ വന്നപ്പോൾ 100 ലൈറ്റ് പുതിയത് സ്ഥാപിക്കാൻ ഞാൻ തന്നെ മുൻകൈയെടുത്ത് സ്ഥാപിക്കുകയാണ് ചെയ്തത്. അതിൽ 60 നോർമൽ 50 വാട്ടിൻ്റെ LED ലൈറ്റും 40 ഓട്ടോമാറ്റിക് സെൻസറുള്ള ലൈറ്റുമാണ് സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത്. പുതിയതായി സ്ഥാപിച്ച 50 വാട്ട്സ് ലൈറ്റുകളിൽ 40 ഇരുട്ടായാൽ തനിയെ കത്തുന്ന ഓട്ടോമാറ്റിക് ലൈറ്റുകളാണ്. സാധാരണ ലൈറ്റുകൾക്ക് ഒന്നിന് 1000 രൂപയും ഓട്ടോമാറ്റിക് ലൈറ്റുകൾക്ക് 1200 രൂപയുമാണ് ചെലവ് വരുന്നത്. വാർഡിലെ ബാക്കിയുള്ള 53 ലൈറ്റുകളിൽ 30 നിലവിൽ തകരാറുകളൊന്നുമില്ല. ബാക്കി വരുന്ന 23 വിളക്കുകൾ കൂടി വരും ദിവസങ്ങളിൽ തന്നെ ഇതേ രീതിയിൽ മാറ്റി സ്ഥാപിക്കുമെന്നും ഇതോടെ വാർഡ് പൂർണ്ണമായും വെളിച്ചത്തിലാകുമെന്നും കൗൺസിലർ പറഞ്ഞു. 24 പാലക്കാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.